ഹായ് ഫ്രണ്ട്സ്, VFA മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഒരു പരീക്ഷയുടെ ഡേറ്റും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ PSC ഇന്നലെ ഒരു നോട്ടിഫിക്കേഷനിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നത്? അപ്പോൾ ഏകദേശം 60 ദിവസമാണ് നമുക്ക് VFAയുടെ ഫസ്റ്റ് മെയിൻസ് എക്സാമിന് ബാക്കിയുള്ളത്. അപ്പോൾ ആ 60 ദിവസത്തെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ ഈ ഒരു 60 ദിവസത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പരീക്ഷയുടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. സെപ്റ്റംബർ 19-നാണ് ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒക്ടോബറിൽ 2 പരീക്ഷകളുണ്ട്. അപ്പോൾ ഇത് നേരിട്ടൊരു മെയിൻസ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഘട്ടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോരോ ജില്ലകളാണ്. അപ്പോൾ ആദ്യത്തെ 5 ജില്ലകൾ, സെപ്റ്റംബർ 19-ന് നടക്കുന്ന 5 ജില്ലകൾ നിങ്ങൾക്ക് കാണാം ഇവിടെ: തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്. ഈ 5 ജില്ലകളിലാണ് സെപ്റ്റംബർ 19-ന് എക്സാം നടക്കുന്നത്. അതേപോലെ തന്നെ ഒക്ടോബർ 17-ാം തീയതി അടുത്ത 5 ജില്ലകൾ നടക്കുന്നുണ്ട്: ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്. അടുത്ത ബാക്കിയുള്ള 4 ജില്ലകൾ ഒക്ടോബർ 31-നാണ്: കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ. അപ്പം 5, 5, 4 എന്നുള്ള ഡിവിഷനിലാണ്. അപ്പോൾ ആദ്യം വരുന്ന എക്സാമിൽ വെട്ട ജില്ലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 60 ദിവസമേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ പിന്നെയും ഏകദേശം 1 മാസം കൂടെ എക്സ്ട്രാ കിട്ടും. അവസാനമാണെങ്കിൽ വീണ്ടും ഒരു 15 ഡേയ്സും കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം ആകെ സിലബസിൻ്റെ കാര്യങ്ങൾ. സിലബസ് നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് വേറൊരു രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ ഒരു ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്കറിയാം 30%, 30 മാർക്കുണ്ട്. കറണ്ട് അഫെയർസ് മാത്രം 20 മാർക്കുണ്ട്. അതേപോലെ തന്നെ പൊതുവിജ്ഞാനം, അതുപോലെ സയൻസ്, GKയുടെ എല്ലാ ഭാഗങ്ങളും, ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെ എല്ലാ ഹിസ്റ്ററി, നമ്മുടെ GK ഭാഗങ്ങളും സയൻസും അടക്കം ഒരു 50% മാർക്കുമാണ്. 50 മാർക്ക് GK പ്ലസ് സയൻസ്, 20 മാർക്ക് CA, 30 മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു VFAയുടെ ഒക്കെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ അത്ര വേക്കൻസി ഉണ്ടാവുന്ന സംഭവങ്ങളാവില്ല. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ചൊക്കെ ഉയരാൻ ചാൻസ് ഉണ്ട്. ഒരു 60, 70, 75 ഒക്കെ മാക്സിമം വരുന്ന റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 30 മാർക്കിൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്കറിയാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി മാറും. റാങ്ക് നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാത്സും ഇംഗ്ലീഷും മലയാളവും മാറും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനിയുള്ള എല്ലാ ദിവസവും ഒരു മിനിമം 10 ക്വസ്റ്റ്യൻ, എല്ലാത്തിൽ നിന്നും ഇംഗ്ലീഷിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കുക, മലയാളം ഒരു 10 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ മാത്സിൻ്റെയും ഒരു 10 ക്വസ്റ്റ്യൻ വീതം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ സിലബസുമായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ടച്ച്, സിലബസിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൃത്യമായി ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് നിങ്ങളെ കൃത്യമായി ഉപകരിക്കും. അപ്പോൾ ഈ 30 മാർക്കിന് വേണ്ടി ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഇനിയുള്ള 60 ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതം മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് നിർബന്ധമായും കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനിയിപ്പോൾ നമുക്ക് 60 ദിവസം കൊണ്ട് മൊത്തം സിലബസ് എന്തായാലും ഓടിച്ച് തീർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ആദ്യം മുതൽ സിലബസിൽ ഓരോ കഷ്ണങ്ങളും എടുത്ത് തീർക്കാനുള്ള ഒരു സമയം ഇനിയില്ല. അപ്പോൾ ഇനി ഇതുവരെ പഠിച്ചതിനൊന്ന് ഓർഡർ ആക്കുക, അതിൽ ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുക എന്നുള്ള ടാസ്ക്കാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ ആ ടാസ്കിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം, നിങ്ങളുടെ കയ്യിൽ 2021 മുതൽ 2026 ഇപ്പം നടന്നിട്ട് ഉള്ളതുവരെയുള്ള 10th ലെവൽ മെയിൻസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡൊക്കെ ഞാനിവിടെ ഇതിൽ കാണിക്കും, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ കോഡുകൾ നേരെ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്, എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ഏതാണ്, ഇനിയിപ്പോൾ സയൻസിലെ ബയോളജിയാണ്, ബയോളജിയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗം ഏതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ കൃത്യമായി കണ്ടെത്താൻ പറ്റും. പിന്നെ നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, ആ ഭാഗങ്ങളിലേക്ക് ചുരുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 60 ദിവസമാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 25 ദിവസം എന്ത് ചെയ്യാം, ഈ GKയുടെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് GKയുടെ ഭാഗങ്ങൾ സ്ഥിരമായിട്ട് 25 ദിവസം പഠിക്കുക. അതിൽ എന്ത് ചെയ്യുക, ഡെയിലി MEM ചെയ്യണം, നിർബന്ധമാണ്. അത് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക.
പിന്നെയുള്ള ബാക്കിയുള്ള ഒരു 20 ദിവസം, 26 മുതൽ 45 വരെ ഒരു 20 ദിവസം ഉണ്ടാവും. അവിടെ നിങ്ങൾ സയൻസും കൂടെ കൊണ്ടുവരിക, അതുപോലെ മാത്സിലേക്കും ഇംഗ്ലീഷിലേക്കും കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോവുക. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് പുറമെ അതിൻ്റെ ടോപ്പിക്കായിട്ട് തന്നെ ചെയ്ത് പഠിച്ച് തുടങ്ങാം. മറ്റേ നമ്മൾ ഡെയിലി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് MEM. അതിന് പുറമെ അതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും തുടങ്ങുക, കൂടെ സയൻസും പഠിക്കാം. അവസാനത്തെ ഒരു 10-20 ദിവസങ്ങളിൽ കറണ്ട് അഫെയർസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ എക്സാമിന് അടുത്തായതുകൊണ്ട് കുറച്ചും കൂടെ ഓർത്ത് വെക്കാൻ നല്ലതായിരിക്കും. സുപ്രധാന നിയമങ്ങളും പഠിക്കുക. അപ്പോൾ GK നിങ്ങൾക്കറിയാം ചെറിയ ചെറിയ കുറേ കഷ്ണങ്ങളുണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് പഠിക്കുക. എല്ലാം കൂടെ എന്തായാലും നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് പഠിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ എന്ത് ഇമ്പോർട്ടൻസ് വരുന്നത്, PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നിർബന്ധമായിട്ടും ഫുള്ളും ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ലിസ്റ്റ് ഇവിടെ എന്തായാലും തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈഡും ഈ വീഡിയോയുടെ താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സ്ലൈഡിൽ എല്ലാ നമ്പേഴ്സും ഉണ്ടാവും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേരും ഉണ്ട്, നമ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായി എന്ത് ചെയ്യാം, പാറ്റേൺ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങളെപ്പോഴും മോഡലൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. പല പല മാഗസീനിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ മോഡൽ എക്സാംസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ മോഡൽ എക്സാംസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഞാനിവിടെ ലിസ്റ്റ് ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2026 APO 2 നടന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ മെജോറിറ്റി എക്സാംസും പക്ക VFA സിലബസ് തന്നെയാണ്. നമ്മുടെ LDCയുടെ സിലബസിൽ നടന്ന എക്സാംസ് തന്നെയാണ് ഓരോ കോഡും. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുക അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതൊരു 10th ലെവൽ എക്സാമാണ്. പക്ഷേ അതിലെന്താണ്, അതിൽ അവരുടെ ആ ഒരു പ്രിസൺ ഓഫീസറിൻ്റെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനുണ്ട്. അപ്പോൾ CA കുറച്ചൊന്ന് കുറയും, ബാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ IT ഒക്കെ പോവും. അപ്പോൾ എന്നാലും ബാക്കി ഭാഗങ്ങളൊക്കെ സെയിം ആണ്, മെയിൻ കണ്ടന്റ് ഒക്കെ അവിടെ സെയിം ആണ്. ആ 20 കൂടിയതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ചെറുതായി ഒന്ന് സൈഡ് ആവുന്നതേ ഉള്ളൂ. മാത്സ് ഇംഗ്ലീഷ് മലയാളം അവിടെ ഉണ്ട്, 30 മാർക്ക് ഉണ്ട്. GK കുറച്ചൊന്ന് സൈഡ് ആക്കിയിട്ട് അതിലാണ് 20 കയറുന്നത്. അപ്പോൾ APOയിൽ മാത്രമേ ആ ഒരു വിഷയം വരുന്നുള്ളൂ. ബാക്കി ഇവിടെ കൊടുത്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പക്ക നിങ്ങൾ എഴുതാൻ പോകുന്ന VFAയുടെ അതേ സിലബസിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നോക്കിക്കോ, 26 മുതൽ അങ്ങോട്ട് പിന്നോട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും കോഡ് കൊടുത്തിട്ടുണ്ട്. 2025 തന്നെ നമുക്കറിയാത്ത ഓൺലൈൻ എക്സാമുകൾ നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 23/2025 ഓൺലൈൻ എക്സാം നടിക്കുക, LDC നടിക്കുക, അത് വരും. VFA നടന്നിട്ടുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, APO, ലാബ് അസിസ്റ്റൻറ്റ്, LDCയുടെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്ര പോപ്പുലർ അല്ലാത്ത ഒരുപാട് എക്സാം 10th ലെവൽ മെയിൻസ് നടന്നിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ കഴിഞ്ഞ LDC 7 സ്റ്റേജുകളായിട്ട് LDC നടന്നിട്ടുണ്ട്. അതുപോലെ ഖാദി ബോർഡിൻ്റെ LDC, വേറെ കുറേ 10th ലെവൽ മെയിൻസ്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഈ സ്ലൈഡ് ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. അതേപോലെ 2023 നോക്കുകയാണെങ്കിൽ അവിടെയും 7 എക്സാം ഉണ്ട്. 22 മെയിൻസ് 10th ലെവലൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. 21 അതിൻ്റെ മുന്നത്തെ LDCയും വേറെ കുറച്ച് LDC റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ. അപ്പോൾ ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 to 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഇത് മൊത്തം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റും. ഇത് മൊത്തം എടുത്തിട്ട് ഓരോന്നായി ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കീ വെച്ചിട്ട് പഠിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ 60 ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ, അല്ലെങ്കിൽ ജോഗ്രഫി ആണെങ്കിൽ, അതിലെവിടേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും. ഈ 2026 മുതൽ പിന്നോട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന ചെയ്യട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നോട്ട് പോകുന്നതാണെന്നല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റിലുള്ളതാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക. 25, 26 നല്ല രീതിയിൽ നോക്കുക. പിന്നെ മെല്ലെ മെല്ലെ ബാക്കോട്ട് പോവുക. ഈ ഒരു ലേറ്റസ്റ്റ് നടന്ന ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോപ്പി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായി പഠിക്കുക. ആ ലിസ്റ്റ് എടുത്തിട്ട് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്യുക. ആ കോഡ് അതുപോലെ അവിടെ തന്ന ആ കോഡ് തന്നെ അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും, ആൻസർ കീയും കിട്ടും. ഫൈനൽ ആൻസർ കീന്നും കൂടെ വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നേരെ PSC സൈറ്റിൽ എടുക്കുകയാണെങ്കിൽ അവിടെ OMR ആൻസർ കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോയി ഈ കോഡുകൾ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിലും എളുപ്പം നേരെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഓർഡർ ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബാച്ചും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബെവ്കോ LDC അതുപോലെ VFAക്ക് വേണ്ടിയിട്ടുള്ള ഒരു Q&A ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന പരിപാടി ഈ പറഞ്ഞ സാധനം തന്നെയാണ്. എന്താണ്, ടോപ്പിക് വൈസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വിഷയങ്ങളുടെയും ടോപ്പിക് വൈസ് PYQസും അതുപോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ബാച്ച് ഉണ്ടാവുക. വെറും 999 ബാച്ചാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ബാച്ച് ആരംഭിക്കുന്നത് ജൂലൈ 16 999 വെറും ഫീസ് വരുന്നത്.
അപ്പം അതിൻ്റെ എൻക്വയറി നമ്പറും നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 60 ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് PYQs വേണ്ടി സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക, ആ ഒരു പഠന രീതിയിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈമിങ് ഇന്നത് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ഓർഡർ വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. രാവിലെ എന്ത് ചെയ്യുക, GKയും കറണ്ട് അഫയേഴ്സും നോക്കുക നല്ലൊരു സമയത്തിൽ. പിന്നെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഉച്ചയ്ക്ക് ചെയ്യുക, ഫുഡൊക്കെ കഴിച്ചിട്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉറക്കം വരില്ലല്ലോ, ഇംഗ്ലീഷും മലയാളവും എന്ത് ചെയ്യുക, മാത്സും ഒക്കെ വർക്കൗട്ട് ചെയ്യാനാണ് ഉച്ചയ്ക്കുള്ള സമയം നോക്കുക. രാത്രി എന്ത് ചെയ്യുക, അന്ന് പഠിച്ചൊന്ന് റിവൈസ് ചെയ്യുക, കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുക. 60 ദിവസമുണ്ട്, 35-40 ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ ഉള്ളൂ. ഓരോ ദിവസം ഒന്ന് ചെയ്താൽ തന്നെ അത് തീരും. പിന്നെ അതിൻ്റെ കൂടെ ഡെയിലി നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പ്രാക്ടീസുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ CA 20 മാർക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ MEMൻ്റെ 30 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലിസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് തന്നെ വെക്കുക. PDF ആയിട്ടാണ് PDF പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾ അതിൽ പിന്നെയും പരീക്ഷകൾക്ക് പഠിക്കാൻ അതൊരു ഉപകാരപ്രദമായ കാര്യമായിരിക്കും. അപ്പോൾ അതേതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് വെച്ച് ചെയ്യുക. എല്ലാത്തിൻ്റെയും നമ്പർ കോഡുകൾ ഇവിടെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ APO മാത്രമാണ് കുറച്ചൊരു സ്പെഷ്യൽ ടോപ്പിക് എക്സ്ട്രാ വരുന്നതുകൊണ്ട് ചെറിയൊരു ഡിവിഷൻ വരുന്നുണ്ട്. ബാക്കിയൊക്കെ പക്ക VFA സിലബസിൽ നടന്ന പരീക്ഷകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെവ്കോ LDCയുടെ മെയിൻസ് വരാനുണ്ട്, അതിനും ഇത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ VFAയുടെ മെയിൻസ് നമുക്കറിയാം ഡേറ്റ് സെപ്റ്റംബർ 19 ഒക്ടോബറിലും ഉണ്ട്, അതുപോലെ ഒക്ടോബർ ലാസ്റ്റിലേക്കും ഉണ്ട്. 3 സ്റ്റേജുകളാണ്, പല പല ജില്ലകളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പഠനത്തിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ VFA ബെവ്കോ LDC Q&A ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജൂലൈ 16 തുടങ്ങുന്നത്. എല്ലാ വിഷയങ്ങളും ടോപ്പിക് വൈസ് PYQs ക്വസ്റ്റ്യൻ വഴിയാണ് നമ്മളിതിൽ പഠിപ്പിക്കുക. അതല്ലാതെ ആദ്യം മുതൽ കണ്ടന്റ് എന്തായാലും ഒരുപാട് പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു ബാച്ചായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.